ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങൾ രണ്ടുപേരല്ല, ഞാനും ആദ്യം ലിതമ്മയുടെ പതിപോലെ കുർല സിറ്റി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ ഏലിക്കുട്ടിയും ഇന്ന് പോയിട്ടില്ല, അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകണം. പിന്നെ എന്നിട്ട് അമ്മച്ചി അപ്പൊ അമ്മയുടെ തോട്ടത്തിൽ ബോൺസ് തീർക്കുന്ന ദിവസമാണ്. പക്ഷെ അമ്മയ്ക്ക് ഞാനൊരു 500 രൂപ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി ഒന്നും ഇല്ല, വേറെ ഒന്നുമല്ല. അമ്മയ്ക്ക് 2 മാസമൊക്കെ കൈയൊക്കെ വയ്യാണ്ടിരുന്നു. പിന്നെ നമ്മൾ ലിജിമോളുടെയൊക്കെ എടുത്തായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഒക്കെ ആയതുകൊണ്ട് അമ്മയ്ക്ക് പണി കുറവാണ്. 145 പണി എങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ അതിന് കുറച്ച് പൈസയായിട്ട് കിട്ടത്തുള്ളൂ, ഏകദേശം ഒരു 10-ന് താഴേക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അമ്മ പറഞ്ഞു, ഇന്നലെ ഞങ്ങൾ സ്വർണത്തിൻ്റെ കാര്യം ചോദിക്കാൻ പോയില്ലേ, അപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ ഒരു മോതിരവും പിന്നെ ഒരു കമ്മലൊക്കെ തീരാവാറായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. ബാക്കിയുള്ളതൊക്കെ വഴിയെ എടുക്കാമെന്നൊക്കെ വിചാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും പലിശ അടച്ചു വിട്ടാൽ മതിയല്ലോ അല്ലേ. അപ്പം എന്തെങ്കിലുമൊക്കെ വഴി കാണും. കാരണം കുറേ ആയിട്ടൊക്കെ പലിശയൊക്കെ അടയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കുറച്ചായിട്ട് പിന്നെ അങ്ങ് അടയ്ക്കാനുള്ള തികയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും പിന്നെ ആശുപത്രിയിലൊക്കെ ഒന്ന് പോകണം എന്നൊക്കെയാണ് പ്ലാന്. വായോ, സമയമായി. ആദ്യം വാടാ. അച്ചോ, ആദ്യത്തെ ചെരുപ്പിലെ കളർ നോക്കി. ആ, അപ്പോൾ ഞങ്ങൾ പയ്യെ നടക്കട്ടെ. ചീരയൊക്കെ ദേ വളർന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പം പിന്നെ ഇതിലേക്കൂടെയൊക്കെ നമ്മുടെ കൂർക്ക വന്നിട്ടുണ്ട്. ഇടയ്ക്കൂടെയൊക്കെ കൂർക്കത്തലയൊക്കെ പൊങ്ങി വരുന്നുണ്ട്. പിന്നെ പുല്ല് ഉണ്ട് കേട്ടോ, അതൊന്നൊക്കെ ക്ലീൻ ചെയ്യണം. പിന്നെ കപ്പയൊക്കെ വേണ്ട മുളച്ച് വന്നിട്ടുണ്ട്, അടിപൊളിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വേഗം പോട്ടെ, സമയമായി. ലിതിമോള് അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. മുടി ചെവിയില്ലേ അതി സൂപ്പറാ. ഫോൺ എടുത്തില്ലേ? അത് പിന്നെ പറയണ്ടല്ലോ അല്ലേ. അത് പറയണ്ട, ആദ്യം നേരത്തെ എടുത്ത് കൈ വെക്കും കേട്ടോ. അതിലുള്ളത് കൊണ്ട് കുറച്ച് നേരം ആദ്യം അനങ്ങാതിരിക്കും ഇടയ്ക്കൊക്കെ. പിന്നെ ഞങ്ങളിപ്പോൾ അധികം ഫോൺ കൊടുക്കലില്ല. എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ എവിടെയെങ്കിലൊക്കെ പോവുകയാണെങ്കിൽ കുറച്ച് നേരം ഫോൺ കൊടുത്തിട്ട് വരാം. കാരണം അടങ്ങിയിരിക്കില്ല കേട്ടോ ആദ്യം. അല്ലേടാ ആദ്യം? ആ അതേ, നടക്ക സമയമായി. എടുക്കുമ്പോ നമുക്ക് മറ്റേ ഇത് മേടിച്ചു തരുമായിരിക്കും അല്ലേ. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താ? തവളവടയാ. തവളവട. വേഗം പോട്ടെ കേട്ടോ. ബസ് നമ്മളവിടെ എത്തുമ്പോഴത്തേക്കും ബസ് തിരിച്ചോണ്ട് വരുവേ ഉള്ളൂ. ഞങ്ങൾ രാജകുമാരിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനവിടെ ഇരുന്നു കേട്ടോ. ഇതാണ് രാജകുമാരി ഗ്രാമപഞ്ചായത്ത് കേട്ടോ. അപ്പം ഞാൻ ഇപ്പുറം ഒരു സീറ്റിലിരുന്നു, ലിതിമോളും ആദ്യം കൂടെ അപ്പുറം വേറൊരു സീറ്റിലിരുന്നു. അങ്ങനെ നമ്മൾ പോയി നമ്മുടെ ഹോളി കിൻസ് UP സ്കൂളിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എബനേസറൊക്കെ ഇവിടെയാണ് കേട്ടോ പഠിക്കുന്നത്. നിങ്ങൾക്ക് നേരത്തെ അറിയാമല്ലോ. അതിന് നമ്മൾ പോയി നമ്മുടെ പള്ളിയാണ്, ദേവമാതാ പള്ളി. നമുക്കൊരു ദിവസം കൂടെ പള്ളിയിലൊക്കെ വരണം. അങ്ങനെയൊക്കെയാണ് പ്ലാന്. അപ്പോൾ ഞാനിങ്ങനെ വോയിസ് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അതാരൊക്കെയാണെന്നുള്ള അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതാണ്. അങ്ങനെ എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷമുള്ള നിമിഷമാണ് കേട്ടോ നമ്മുടെ ഈ പള്ളിയൊക്കെ കാണുന്നതെന്ന് പറയുന്നത്. അത് നമ്മൾ വേഗം തന്നെ കുർല സിറ്റിയിൽ ചെന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് വീട്ടിലേക്ക് പോകാൻ. കാരണം 8:30 നമുക്ക് അവിടെ ചെല്ലണം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ എത്തി. ആറാടുകയാണ്. അയ്യേ, ഏതെന്തൊരു സന്തോഷം. ആ, കന്നിമാങ്ങയൊന്നുമല്ല, പഴുത്ത മാങ്ങയായിരിക്കും. ദേ കിടക്കുന്ന എടുത്തോടാ ആദ്യം. പഴുത്തില്ല. പഴുത്തില്ലേ? നല്ല പഴുത്തതാ. നമുക്ക് റോട്ടിൽ നിന്ന് 2 മാങ്ങ കിട്ടി പറിക്കുന്ന കേട്ടോ. കട്ട വിട്ടുപടി ഹിന്ദിക്കവാത്ത്. വണ്ടി വരും. അയ്യോ,
മാങ്ങ കിട്ടിയ മാങ്ങ റോട്ടിന്ന് പൊടിയാണോ വല്ലാൻ്റെ ആ പൊടിയാണോ ആ പൊടിയാണോ അന്ന് കൊണ്ടുവന്ന പൊടിയാണല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ അയ അരിയാ പച്ചരി അവിടെ ഉണ്ട് പച്ചരി കിട്ടി. ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി കവാത്തെടുക്കൽ തന്നെയാണ്. വെള്ളാണ്ടിക്കല്ല, നമ്മളെ അച്ഛനാണ് കേട്ടോ, അമ്മയുടെ ആങ്ങളുടെ മോനാണ്. സമയം ഇതും നമ്മുടെ വെള്ളാണ്ടിയുടെ ഏലവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതെ, ഇച്ചിരി പുതിയ ചെടിയാണ്, കായും ഉണ്ട് കേട്ടോ ഇതിനകത്ത്, നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഞാൻ എന്തായാലും വേഗം എടുക്കട്ടെ. ഒരാ പണിക്ക് വന്നിട്ട് ഇനി വീഡിയോ എടുത്തുകൊണ്ടിരുന്നാൽ ശരിയല്ലല്ലോ. അതുകൊണ്ട് വേഗം ഞങ്ങൾ പണി തീർക്കട്ടെ എന്നുള്ള പ്ലാനിലാണ്. നീ ഏതെങ്ങോട്ടാ? ആ വള്ളി ഈ ചെടി ഇതും കൂടെ എടുക്കണം. ഈ ചെടി കുറച്ച് പണിയൊക്കെ കഴിഞ്ഞിട്ട് വീടിൻ്റെ ഉള്ളിൽ കയറി വന്ന് ഫുഡൊക്കെ കഴിച്ചു. ശേഷം ഇനി അടുത്ത പണിക്ക് പോകാൻ തുടങ്ങട്ടെ. പിന്നെ എൻ്റെ ഈ നെറ്റിയിലെ പാടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എവിടെയോ പോയി ഇടിച്ച് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ എവിടെയാണെന്നൊന്നും. പക്ഷെ ചെറിയ വേദനയൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിയൊക്കെ കഴിഞ്ഞ് 1:30 വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം എന്തോ ചാച്ചമ്മ എവിടെ ഇരിക്കുന്നത്? കട്ടയിലോ? കട്ടിലേൽ നിന്നാണ്. കട്ടയിൽ ഞാൻ കേൾക്കുന്നത്. ആ ഇത് കരിമ്പ്. ആ അയ്യോ കരിമ്പാണ് കേട്ടോ. പയ്യെ എല്ലാം മുറിക്കടേ, റൗണ്ട് മുറിക്കേ. അച്ചാർ പൊടി കിട്ടാണോ ഉണ്ടാക്കിയത്? പിന്നെ അച്ചാർ പൊടിയോ? അച്ചാർ പൊടി ഉരുവ വറുത്ത് വെച്ചിട്ട് മുളക് പൊടി. ചാച്ചമ്മ അച്ചാറൊക്കെ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആക്രാന്തം പിടിച്ചാൽ കഴിച്ചു. കാരണം രാവിലെ 7 മണിക്ക് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പോകുന്നുണ്ട്. നല്ല വിശപ്പുണ്ടായിരുന്നു. സാധാരണ ഞങ്ങൾ 7 മണിക്ക് ഫുഡ് കഴിക്കലില്ല. 10 മണിയൊക്കെ ആയിട്ടല്ല ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ തന്നെ അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് നമുക്ക് പറ്റി അല്ലേ? കൊള്ളാട്ടോ. ഇത് ആരുടെ വീട്ടിൽ ചാച്ചമ്മ ഈ കരിമ്പ്? സെൻറ്ററിൽ കൂടെ ഇട്. ആയപ്പോഴത്തേക്ക് നല്ല മഴയായി കേട്ടോ. മഴയായപ്പോൾ ഞങ്ങൾ പ്ലാസ്റ്റിക് ഒക്കെ എടുത്തിട്ട് അതെ കിറുകിറാന്നുള്ള സൗണ്ട് അത് കേട്ട് നിൽക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ സമയം ഏകദേശം 3:30-4 മണി അടുത്താവാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3:30 വരെ പണിയുള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും പണിയുള്ളൂ. നല്ല മഴയുണ്ട്, പിന്നെ നല്ല ചീവീടിൻ്റെ സൗണ്ടും. അപ്പോൾ ആദ്യം വിളിക്കാനായിട്ട് കയറി പോകട്ടെ. അപ്പോൾ ഞാൻ കാണിച്ചു തരാവേ. നല്ല ഇരുട്ട്. അയ്യോ ഇതെന്തിനാ ഞാൻ ചൂടിയേക്കുന്നതിന്. ഇതാണ് വഴി. സമയം 3:30. നേരത്തെ അയ്യോ നമ്മളിതിലെ കയറി പോണം കേട്ടോ. അയ്യോ ചാച്ചിയമ്മയുടെ കപ്പ് വെള്ളം കുടിച്ചിട്ട് എവിടെയോ കൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. അയ്യോ ആയിരിക്കും. തിരിച്ചിറങ്ങി വരുമ്പോൾ എടുക്കാം. ഇരിപ്പുണ്ട്. ആദ്യേ
ടാറ്റ പറഞ്ഞിട്ടോ പറഞ്ഞു പോവാന്ന്. ഏ ചേട്ടൻ ആ വരട്ടെ. ഏടാ അപ്പോൾ അതെ നല്ല ചൂട് വറക്കുന്ന ഉണ്ടയാണിത് ചാച്ചിയമ്മ സ്പെഷ്യൽ. അപ്പോൾ ഞങ്ങൾ ഇതും കഴിച്ചിട്ടാണ് പോകാൻ തുടങ്ങട്ടെ. അതുപോലെ നമ്മുടെ കട്ടനുണ്ട് കേട്ടോ. ഇന്നത്തെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ചാച്ചിയമ്മ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് നാളെ ഉണ്ട്. അപ്പോൾ നാളെ കാണാം. അപ്പോൾ ആദ്യം വാ ഇപ്പോൾ സമയമായി. അപ്പോൾ നമ്മുടെ വീട്ടിൽ 2 ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. ആരാ എന്താന്നൊക്കെ നമുക്ക് വഴിയേ പറഞ്ഞുതരാം കേട്ടോ. ചാച്ചിയമ്മ തന്നെ ഇത് മടക്കി എടുത്ത് വെച്ചിട്ട് വാ. പൊക്കിയെടുക്കാൻ ഉണ്ടാ. അതെ അവനിവിടെ ഇപ്പൊ ഞങ്ങൾ പോകാനുള്ള പരിപാടിയില്ലാട്ടോ. പോവാം. ചാച്ചിയമ്മയുടെ മറ്റേ കൂടെ അതൊക്കെ ഒന്ന് ശരിയായി. നമുക്കേ ഇവിടെ വെള്ളം തുറന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴിയാം. കുത്താനല്ല ഒന്ന് കാല് കഴുകാനാ. ബെസ്റ്റ് കാലിന് വെള്ളം വരുന്നില്ല. കുത്തിയിട്ടില്ലേ? പോന്നേ രാവിലെ വരാം. നല്ല മഴയുണ്ട് കേട്ടോ. നല്ല മഴയല്ല എങ്കിലും ഒരു ചെറിയ വണ്ടി ചെരുപ്പിട്ട് നടക്കാൻ പേടി എനിക്ക്. കാരണം തന്നെ നന്നായിട്ട് പാടാതി എടാ കടിക്കൂടാ. ആ പട്ടി പിടിക്കും. ഇപ്പം പിടിക്കും നിന്നെ. ഓ ഏതെങ്കിലും ഓർണത്തിൽ കയറടാ. കുടയിൽ നനയാണ്ട് അത് കയറില്ല. ഇതമ്മടയിൽ കയറി അങ്ങ് കൊടുക്ക. കുട അങ്ങ് കൊടുക്കില്ല. ഇത് ഞാൻ ഇത് കയറന്നിട്ട് എന്തിനീ ആരിലും ഒരാൾ പോ. രണ്ടും കൂടി വണ്ടി വരും നോക്കണം കേട്ടോ. വണ്ടി വന്നുണ്ട്. ആ അതി കുടമരയ്ക്ക് കൊടുത്തിട്ട് ഞങ്ങളുണ്ട് ഒരു കുടയ്ക്ക്. അതെ ഇല്ല നാളെ രാവിലെ വരുമ്പോൾ കയറാൻ സമയമില്ല. ഈയൽ കണ്ടോടാ. അതി ഈയലിനെ കണ്ടോ? ഈയലിനെ ദേ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുന്നത്? ഈയൽ ആണോ? തേനീച്ച കുളവിന്നായിരിക്കും. കുളവിന്ന് പറയും. എന്തേലും ആട്ടെ. വീഡിയോ കണ്ടോ? ഇതൊരു കരിമ്പാണ് എനിക്ക് തോന്നുന്നത്. അതെ ആ ഈ നിൽക്കുന്ന ആ കരിമ്പ. അതിക്ക് കരിമ്പ് ഇഷ്ടമാണോടാ? കൊങ്ങണിപ്പഴം തിന്നൂടാ. കടുത്തില്ലത്. കഴുത്തില്ല പക്ഷേ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ പറിച്ചിരുന്നു. അതെ ഒരു റീലിൻ്റെ അകത്ത് കണ്ട് അത് കഴിച്ചുകൂടാ, വിഷമാണ്. പണ്ടൊക്കെ ഞാനൊക്കെ എന്തോ ഒരു മാരി വരി കഴിച്ചിട്ടുണ്ടെന്നറിയും. അതെ പണ്ടേ തട്ടണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ റൂട്ടിൽ നിന്ന് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ബസ്സിൽ കയറിയിട്ട് ഞങ്ങൾ മാങ്ങത്തൊട്ടി വന്നു. ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പം അമ്മയ്ക്ക് തോട്ടത്തിൽ നിന്ന് കിട്ടിയ പൈസ കിട്ടിയ എന്താ മേടിച്ചോണ്ട് വന്നെന്ന് പറഞ്ഞല്ലോ. ഇതാണ് മേടിച്ച 2 സാധനം. ഒന്ന് വെജിറ്റബിൾ വടയും അതെനിക്ക്, തവളവടയും. തവളവട എനിക്ക്, വെജിറ്റബിൾ വട വാവയ്ക്ക്. ആദ്യം ബിസ്ക്കറ്റ് വേണ്ടാന്ന്. എനിക്ക് അവിടെ ചായ ഉണ്ട് അതി. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ ഒരു മാറ്റമില്ല. കാരണം ഞങ്ങൾക്ക് പണ്ട് മുതലേ ഇതാട്ടോ, അതൊരു ഫീലാണ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ തവളവട. അത് വെജിറ്റബിൾ വട. ഓക്കേ 4 എണ്ണം ഉണ്ടായിരുന്നല്ലോ. കറണ്ട് വന്നു. അതെ ഇപ്പം നമുക്ക് വേഗം കഴിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതേ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നെടുക്കാൻ പോയത് കവാത്താണ് കേട്ടോ. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇത്രയും പഠിച്ചിട്ട് എന്തിനാണ് ഏലത്തിൽ പണിക്കൊക്കെ പോകുന്നത്. കുറേ പേര് എന്നോട് പേഴ്സണലി ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോ കണ്ടിട്ടാണോ എന്നറിയില്ല.
അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ജോലിയാണ്. ഇത് ചെയ്യുന്നത് എനിക്ക് കവാത്ത് കുറേ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. പിന്നെ എല്ലാ ജോലിക്കും അതിൻ്റേതായ മാന്യതയുണ്ട്. അപ്പോൾ ഞാനത് റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.